എണ്ണിയാൽ തീരാത്ത നന്മകൾ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ നൽകിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ അവിടുത്തെ സന്നദ്ധയിലായിരിക്കുമ്പോൾ വലിയ പരിശുദ്ധാത്മാവിന്റെ ദിവ്യ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്നു. ഞങ്ങൾ പാടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവോട് പാടുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ ആത്മീയ സന്തോഷം അനുഭവിക്കുവാൻ അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടാകുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. തിരുസന്നിധി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കണം. ഓരോ ഹൃദയങ്ങളെയും അറിയുന്ന ദൈവം, ഓരോ ആവശ്യങ്ങളെയും അറിയുന്ന ദൈവം ഇന്ന് ഈ ആരാധനയിൽ എല്ലാവരുടെയും ആവശ്യങ്ങളെ അറിഞ്ഞു കർത്താവുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, വരുവാനുള്ളവരെയും എത്രയും വേഗം കൂട്ടി വരുത്തണമേ. ഇന്നത്തെ ആരാധനയിൽ ഓരോ ഭാഗങ്ങളും ഓരോ ശുശ്രൂഷകളും നിർവഹിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യത്തിന്റെ മറവ് ഞങ്ങളെ ഇരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ജനറൽ ബോഡിയിലും ദൈവത്തിന്റെ തിരുസാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കുകയാണ്. ആദ്യമവസാനം ഞങ്ങളോട് കൂടെ അങ്ങയുടെ സാന്നിധ്യമുണ്ട്. അതിനായി ഞങ്ങൾ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിന്റെ എഴുന്നേറ്റ് പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കാം, സ്തുതിക്കാം. ആരാധന കർത്താവിന് കൊടുക്കുന്നതാണല്ലോ. ഇന്ന് പോൽക്കാലം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയ വിധങ്ങളോർത്ത് നമുക്ക് തന്ന ജീവൻ മരണപ്പെട്ടു പോകേണ്ട സന്ദർഭങ്ങളിലും ദൈവം നമ്മളെ താങ്ങി ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ ഉയർത്തിയവനായ സർവശക്തിയുള്ള ദൈവം, നല്ലവനായ ദൈവം എന്നിയോളം നടത്തിയത് നമ്മളോടുകൂടെ ഇന്ന് പാട്ട് പാടുവാനായി മോനെ ഒരാളോട് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഡാൻ മോനാണ്. ഞാൻ പറഞ്ഞു എല്ലാ ആഴ്ചയിലും പാട്ട് പാടാൻ വേണ്ടി ഇവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പം ദൈവം സഹായിക്കട്ടെ. എനിക്ക് സന്തോഷമാണ്. കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ നിന്ന് പാടി ദൈവത്തെ ആരാധിക്കുന്ന സന്തോഷമാണ്. നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നമ്മുടെ ദൈവം. ആമേൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹമോ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹമോ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ
മനുഷ്യന്റെ മനസ്സ് ഇടിയുന്നു, ഒരു നല്ല വാക്കോ അവനെ സന്തോഷിപ്പിക്കുന്നു. ആമേൻ. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്ത് അണച്ച് ഭയപ്പെടേണ്ട എന്ന് ഉരച്ചത് നമ്മൾ കേട്ടതുകൊണ്ടും നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഉള്ളത് കൊണ്ടും നാം ഇന്നും ഈ രാവിലെയും വന്ന് കർത്താവിനെ ആരാധിപ്പാൻ നമുക്ക് കൃപ തന്നു. ഇപ്പോൾ പാടുന്ന പാട്ടിലുള്ള വരികളുണ്ടല്ലോ. ആമേൻ. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്ത് അണച്ചു. ആമേൻ. നമ്മുടെ ഉത്തരവാദിത്വമുണ്ട് ദൈവമക്കളെ. പകർന്ന കയ്യിലും പൂർണ്ണനാമം പാലിൽ സൗരഭ്യം വീശുന്നു. എന്നാൽ വഴി ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ നാം സുഗന്ധമായി മാറും. ആമേൻ. മുഖത്ത് നോക്കി നമ്മളോട് ആമേൻ പറയുന്ന വാക്കുകൾ, ഹല്ലേലൂയ. ആമേൻ. നമ്മളെ തളർത്തുന്ന വാക്കുകൾ നമ്മൾക്ക് ഒരു അഗ്നിശരം പോലെ കടന്നു വരുമ്പോഴും അവിടെ സുഗന്ധമായി മാറുന്നതാണ് ഒരു ദൈവവൈദ്യനെ അങ്ങനെയെങ്കിൽ നമുക്ക് കരകളെ അടിച്ചുകൊണ്ട് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. അടവി തരികളിനിടയിൽ ഒരു താരകം എന്നാണ്. ആമേൻ. അടവി തരുകളിനിടയിൽ ഒരു നാരകമെന്നവണ്ണം, അടവി തരുകളിനിടയിൽ ഒരു നാരകമെന്നവണ്ണം, വിശുദ്ധരിൻ നടുവിൽ കാണുമ്പേ അതിശ്രേഷ്ഠനാം യേശുവിനെ, വിശുദ്ധരിൻ നടുവിൽ കാണുമ്പേ അതിശ്രേഷ്ഠ
വാഴ്ത്തുന്നേ എന്റെ പ്രിയൻ. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ആരാധനയ്ക്കായി പ്രാർത്ഥനയ്ക്കായി നാം ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം അടുത്തു വരുമ്പോൾ പകൽക്കാലം നമ്മുടെ സങ്കടങ്ങളെ ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. യാത്രയിൽ നാം നേരിടുന്ന എല്ലാ അനുഭവങ്ങളും നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മളെ അലട്ടുന്നത് എന്തുമാകട്ടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് ഓരോ കുടുംബങ്ങളെയും വഹിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി, ഈ ദേശത്തിന് നമ്മുടെ സഭ ഒരു അനുഗ്രഹമാകേണ്ടതിന് വേണ്ടി, കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹമാകേണ്ടതിന് വേണ്ടി, നമ്മുടെ സഭയെ ദൈവം വളർത്തേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ സമയം ദൈവസന്നിധിയിൽ ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന 1-2 പേർക്ക് ഈ നിമിഷം ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്ഥലങ്ങളിലേക്ക് Hallelujah.
കർത്താവേ. നിങ്ങൾ അങ്ങയുടെ ചെറുകൂട്ടമായ ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ അവിടുത്തെ ആത്മീകമായ അനുഗ്രഹം ഞങ്ങളുടെ മേലിൽ പകർത്താലം വർഷിപ്പിക്കുമാറാകണമേ. അവിടുത്തെ ആത്മീക സന്തോഷം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കർത്താവേ ഞങ്ങളുടെ ആത്മാവിന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ ചൊരിയണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശബ്ദം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവരുടെ മേൽ ദൈവമേ അവിടുത്തെ സൗഖ്യം അവിടുന്ന് അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും ഭാരങ്ങളാൽ വിഷയങ്ങളാൽ അമനാകുലരായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ അവിടുത്തെ ദൈവ സമാധാനം ആലയത്തിന്റെ മേൽ അവിടുന്ന് നിറയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവ സമാധാനം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാകണം. സ്വർഗീയ ആലോചനയും ദൂതും എന്ന പകൽക്കാലം ദൈവം ഞങ്ങൾക്ക് ദാസനിലൂടെ പകർന്നു തരുവാനാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മറ്റെല്ലാം ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ദൈവ പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവേ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുന്ന 133 സങ്കീർത്തനം, very small Psalm 133. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇത് വാക്യമായിട്ടല്ല, നമുക്ക് ഒരുമിച്ച് ഈ only 3 verses we will read it together. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളിലേക്ക് നീണ്ടു കിടക്കുന്ന നാടിയിലേക്ക്, അഗരോന്റെ നാടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈല പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹർമോനിയ മഞ്ഞ് പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ മക്കൾ ഒത്തൊരുമിച്ച് ഒരു മനസ്സോടെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത്, അവർ ഒന്നിച്ച് കടന്നു വന്നപ്പോൾ they came together in one accord. ഒരു മനസ്സോടെ. അവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം വസിക്കുന്നത്. നമ്മുടെ സഭയിൽ നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ ദൈവത്തിന്റെ സന്നിധി കടന്നു വരുമ്പോൾ നമ്മുടെ മധ്യത്തിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കും. കടന്നു വരുന്നവരെല്ലാവരും അനുഗ്രഹം പ്രാപിക്കും. ഇന്ന് കടന്നു വന്നിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും. കർത്താവേ, ഞങ്ങൾ ഒരു മനസ്സോടെ തിരുസന്നിധി കടന്നു വരുന്നു. അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഈ ആരാധനയിലുടനീളം കർത്താവേ, ഞങ്ങളെ സന്ദർശിച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് പ്രതിസന്ധിയായിരുന്നാലും അതിനെയെല്ലാം മാറ്റി ദൈവിക അനുഗ്രഹം പ്രാപിച്ച് നന്മയോട് ആത്മീക അനുഗ്രഹത്തോട് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. Please be seated in the presence of the living God. നമുക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ വരുവാൻ ദൈവ അവസരത്തെ നൽകിയല്ലോ. We thank God for that time that God has given to us. I thank you all our regular members who have come previously and who are here. Thank you for being in our service, and Brother Rajishan and Sister Rachel and Abigail and Bennett, and also Andy, Alice, Andy, നമ്മുടെ മധ്യത്തിൽ ഇന്നത്തെ ആരാധനയിൽ ഒരുമിച്ച്, I thought I said everybody's name, ഒരുമിച്ച് വന്നിരിക്കുന്നതിൽ we are very delighted. We welcome you to the worship service, and we ask you to continue to come and be blessed, be a blessing to us, and we will be a blessing to you, and may God enrich all of our life. ഇന്ന് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യുവാൻ ഉണ്ട്. After the service we will have a general body, and so we will be preparing for that. ഇന്ന് നമ്മുടെ മധ്യത്തിൽ 2 വ്യക്തികൾ അവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. Brother Justin is celebrating his birthday. God has been good to him throughout his life, and it is my prayer
that the Lord will continue to bless you and use you greatly in His ministry. And He has whatever your needs, may God grant it to you. So that ദൈവം ഈ ഒരു പുതിയ വർഷം വളരെ അനുഗ്രഹമാക്കി തീർക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ ജെയ്സൺ is celebrating another year in his life. God has been good to this family, not only to him, but to his family. God is blessing them. And God brought this family to us. And we are so delighted that they are worshiping with us. And they help us in so many ways. And Brother Justin is helping us in so many ways in the ministry of this church. So together, we will lift the name of Jesus Christ in the city in Pune. Brother Jason will do things later on in our service. And so I wish you, Brother Jason, a very blessed and happy birthday and a new year. May God be with you and grant you everything that you need. And it is our usual practice that when you have a birthday, if you wanted to say a word of testimony, we give you a few moments. And if you desire to do that, you can come here and say it, or say it from there, wherever, whatever you like to do. I give you this time. Okay. So their silence is they're actually allowing me to save a little time. I know that. That's why they are not coming. They have a lot of things to say in the presence of God. But since they know we have a short service today, they wanted to save the time. Thank you for that. And so I'm going to ask, actually in a few moments, I'm going to ask our Wilson brother. Usually he comes a little bit later in the service, but now Sister Varsha is going to lead our English. Actually, she's going to do Malayalam, but she normally will do English, and she will be leading the offering song. And today, before we take the offering, and Brother Wilson will come and pray, and afterward he will come and lead the worship service, and at the time we'll take the offering, and after that I will come and we will preach the word of God, and then we will go from there. And Brother Wilson. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വന്ന സമയം മുതൽ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ ആക്കിയ ദൈവത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം തരുന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ചോദിക്കാത്തതുപോലും അടിയങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന് ഞങ്ങളെ ഇന്നയോളം നടത്തിയ കർത്താവേ, ഞങ്ങൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലപ്പാ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ആമേൻ മകനെ ഇതാകുന്നു നേരായ പാതയെന്ന് കേൾപ്പിച്ച് ഞങ്ങളുടെ പുറകിൽ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദമായി ഇതുവരെയും ഞങ്ങളെ മുമ്പിൽ നിർത്തിയിരിക്കുന്ന ഭാരങ്ങളും വേദനകളും ദുഃഖങ്ങളും എങ്ങനെ മുന്നോട്ട് കഴിഞ്ഞു പോകുമെന്നും ഒക്കെ ഞങ്ങൾ വിചാരിച്ച സന്ദർഭങ്ങളിലും ദൈവം ഞങ്ങളുടെ കൂടെയാണ്. എല്ലാത്തിനും നന്ദി കർത്താവേ. ഞങ്ങളുടെ സഭയെ ഏറ്റുമായി നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഇതിന്റെ അതിനെ കർത്താവ് വിസ്താരമാക്കണം. കർത്താവേ, സഭ അങ്ങയുടേതാണ്. ഞങ്ങൾ വെറും ആയുധങ്ങൾ മാത്രമാണല്ലോ. ദൈവത്തിന്റെ സഭയെ പണിയും. അമ്മയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. പുതുതായി ഞങ്ങളുടെ മധ്യയുള്ള എല്ലാ സഹോദരങ്ങളെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ രണ്ട് ദൈവദാസന്മാരെ കുടുംബമായി ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, പ്രിയ കർത്താവെ, ഡോക്ടർ നെൽസൺ ഈ ജോൺ പാസ്റ്ററെയും കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കളെ ഇത്രത്തോളം സഹായിച്ചു. വേണ്ടുന്ന ജ്ഞാനം ഈ സഭ നടത്തുവാൻ കർത്താവ് തന്റെ മകനെ നിയമനം കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഭവനത്തിൽ നിന്റെ കരങ്ങളിൽ തരികയാണ്. ഈ പൂനെ സിറ്റിയിൽ കർത്താവ് ഇങ്ങനൊരു ഫെസിലിറ്റി ഈ ഭവനം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നല്ലോ. അപ്പാ, നീ ആർക്കും കടക്കാരനല്ല. കഴിയുന്ന ഒരളവിനെ ഈ കുഞ്ഞുങ്ങൾക്ക് നീ കൊടുത്തു മാനിക്കണം കർത്താവേ. അവരെ കടന്നു പോകുന്ന ഏത് സിറ്റുവേഷൻസിലും ദൈവത്തിന്റെ
പ്രത്യേക കരുതലും കാവലും എന്റെ കുഞ്ഞുങ്ങളെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രഹസ്യവും പരസ്യവുമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ഇറങ്ങുവാൻ തക്കവണ്ണം ദൈവം കൃപ കൊടുക്കുമാറാകണം. അവർ ചെയ്യുന്ന എല്ലാ മിനിസ്ട്രീസിനെയും ദൈവം അനുഗ്രഹിക്കണം. ഈ പൂണി സിറ്റിയിൽ കർത്താവ് അനേക കുഞ്ഞുങ്ങളെ ദൈവം കടന്നു വന്ന് ദൈവത്തിന്റെ ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം ആമേന്റെ മക്കൾ കൂടി ചെയ്യുന്ന വലിയ പ്രവർത്തനത്തിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ കടന്നു വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അമീൻ. കർത്താവ് എടുക്കുവാൻ പോകുന്ന സ്തോത്ര വഴിപാടിനായി സ്തോത്രം. കർത്താവെ അതിന്റെ എല്ലാ അമീൻ കർത്താവെ അമീൻ അവസാനത്തെ അമീൻ ഒരു രൂപ പോലും അപ്പൊ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കല്ലല്ലോ, തിരുനാമത്തിന്റെ മഹത്വത്തിനും അമീൻ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായും ദൈവം അതെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. വരും ദിവസങ്ങളിൽ കർത്താവെ പുതിയ ആത്മാക്കളെ സഭയിൽ കടന്നു വന്ന് ഒരുമിച്ചൊരു സൈന്യമായി കർത്താവെ ഞങ്ങൾ എഴുന്നേൽക്കങ്ങെ സ്തുതിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ. അമീൻ. പാട്ട് പാടുവാൻ തന്നെ മകളെ നീ ഇവിടുന്ന് ബലപ്പെടുത്തിക്കാതെ കർത്താവെ. ആരെങ്കിലും ലോകത്താല് ഇതിന് മധ്യത്തിലായിരിക്കുന്നുവെങ്കിൽ ആമീൻ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചെറുകിൻ കീഴിൽ രോഗശാന്തിയോട് കൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കളാങ്ങളെ പോലെ തുള്ളിച്ചാടുമെന്ന് ദൈവത്തിന്റെ വചനമാണ്, വാഗ്ദത്തമാണ്. അവൻ ആരെന്നറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ചു. തീരക്കാരെ ഒക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പാത്രത്തിന് തൊങ്കൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം കർത്താവിന്റെ വചനമാണ്. ഇന്നുപോലെ കാലം ആരെങ്കിലും വേദനയോടോ ദുഃഖത്തോടോ മനോഭാരത്തോടോ അപ്പൊ ഈ സഭയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അപ്പച്ചന്റെ വചനം അയച്ച് അമീൻ ഇന്ന് പൽക്കാലം ജീവിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാനിടയാണ്. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയാൽ കടന്ന യേശുവിൻ നാമത്തിൽ ആമേൻ.
കാര്യങ്ങളെല്ലാം നമ്മളെ നിർത്തിയതാണ്. നാം കേൾക്കുന്നത് പോലെ നമുക്ക് സ്വയമായി ജീവിക്കുവാൻ കഴിവില്ല. നമ്മളെ ദൈവം നിർത്തി, ദൈവം നമ്മെ നടത്തി, ഇന്നയോളം അവൻ നമ്മെ പുലർത്തി, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞു. He worked in every moment. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പ്രയാസങ്ങളും ഒക്കെ നേരിട്ടാലും നാം ആദ്യത്തെ പാട്ട് പാടിയതുപോലെ മനക്ലേശ തരംഗങ്ങളാൽ നമ്മൾ വലയുമ്പോൾ, ഭാരപ്പെടുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കടന്നു വരും ജീവിതത്തിൽ. അത് എല്ലാവരുടെയും ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിലും അങ്ങനെ കടന്നു വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത മോമെന്റിൽ ഒരു ചെറിയ വാക്ക് മതി നമ്മളെ 1-2 ദിവസം നഷ്ടപ്പെടും. സോ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതിന്റെ മധ്യത്തിൽ നമ്മെ പുലർത്തുന്നതും നടത്തുന്നതും എല്ലാം ദൈവമാണ്. ഞാൻ let us read the scripture and then I will share something before I preach. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മൾ സെയിം വാക്യമാണ് വായിക്കുന്നത്. Praise the Lord. Psalm 73 verse 28. But for me it is good to be near God. I have made the Lord God my refuge, that I may tell of all your works. Thank you very much. May God add His blessing through the reading of His holy word. ദൈവത്തിന്റെ വചനം നാം വായിച്ചു കേട്ടല്ലോ. ഈ വചന കേൾവിയാൽ തന്നെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. Before I get into the word of God, I wanted to share something that me and our I call Justin, brother Justin, but he is a minister in the of the gospel, and he will soon be a pastor, and so I'm only going to call him pastor when I give him the credentials. I'm working on it, and there are some roadblocks, but we will overcome it. And so both of us yesterday went to Metro Church for the Dallas area pastors. There are 13 churches in this Dallas district. Church of God has 13 churches in the Dallas district, and yesterday they said this district is the largest district in the state of Texas. So this is a meeting that we had 2 officials from the state office. We had the state bishop and also the evangelism director, so they were all there, and ഞങ്ങൾക്ക് 2 പേർക്കും അവരോട് വർത്തമാനം പറയാനൊക്കെയുള്ള അവസരങ്ങളുണ്ടായി. So he's a very nice person. He's coming for next Saturday. He's coming. So one thing that during our conversation with the bishop, I told him, that we somehow spontaneously, without any one of us intentionally doing it, spontaneously, we started a building. The child from Frisco came and gave us $500 without anybody asking him. $500, he said, use it for the building fund. And then this earlier this year, Sajibrata had the inspiration in his heart to start this building fund somehow. And he called some people and they sent him money. I talked to somebody the other day and they gave me $500. And I talked to another person in Philadelphia, he's going to give us some money. So I told this to the bishop yesterday, that this is what is happening. And he told me, when you hit $10,000, you give me a call and I will make a donation. And so that is a promise. I don't know, it is $500 or $10,000. Maybe he's going to match it. So I told him, I may call you in 3 months. So in 3 months we have to build the rest of the money, and we don't know what the bishop will do. He may give me a lot of money. I don't know. Maybe small, big, but that's a promise. I just wanted to share that with you. And I asked him whether I need his permission to start a fundraising drive, and he said no. We can do this, but when we buy a building, we need his permissions, and today we will talk about all those in our meetings. So for the last 2 or 3 weeks, we have been thinking about the Psalm of Asaph. Asaphinte സങ്കീർത്തനം ആസാഫിനെ വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് നയിച്ച ഒരു സങ്കീർത്തനമാണ്. ആസാഫിന് ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ആരംഭത്തിൽ ഉണ്ടായി.
പക്ഷേങ്കിൽ അദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തി. ആ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. അപ്പം നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് നല്ലതെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതാ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്, എന്തുകൊണ്ടാണ് ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലതായിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്, നമ്മൾ ഈ ലോകത്തിൽ ഒറ്റയ്ക്കല്ല, വി ആർ നോട്ട് എലോൺ. നമ്മൾ ഈ ലോകത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ലോൺലിനെസ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. When I introduced everybody, I forgot to introduce Dan. I apologize, and so I welcome you to our church and to our worship, and especially we thank you for leading the praise and worship with our praise and worship team. We continue to come. We love you. The church love you. Come. Thank you. Praise God. Praise God. അപ്പം ഈ ലോകത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടും ക്ലേശമുള്ള ഒരു കാര്യമാണ്. Nobody likes loneliness. ഞാൻ ഓർക്കുന്നു, ഞാൻ ഇവിടെ ടെന്നസിയിൽ ഒരു സ്കൂളല്ല, പെന്തക്കോസ്റ്റൽ തിയോളജിക്കൽ സെമിനാരി, അതാണ് എൻ്റെ പേര്. അവിടെ പഠിച്ചപ്പോൾ we had a professor there, and his name is Craig, and he had actually a very beautiful, very kind-hearted wife. And ഞങ്ങൾ പല സന്ദർഭങ്ങളിലും, ഞങ്ങൾ ഫോറിൻ സ്റ്റുഡൻസ് ആണ്, അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ ഉള്ള സമയമാണ്. This person was so kind to us, so nice, but she passed away. And then he married another lady because of loneliness, and then she passed away. And then he married another lady, and she passed away too. And because I'm assuming he's an older man, and because of loneliness, and I'm sure he's going to marry again. Because why I said this example is because being alone in this world is not a good thing. You need a companion. You need somebody to talk to. When you have God with you, നമ്മളോട് ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ എത്ര ആശ്വാസമാണ്, ഇല്ലേ? എത്ര ആശ്വാസമാണ്. എല്ലാം അറിയാവുന്ന, നമ്മെ പോകേണ്ടുന്ന സ്ഥലത്ത് എത്തിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എത്ര ആശ്വാസം. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്, കഴിഞ്ഞ ആഴ്ച അത് കാണത്തില്ല, so I made it dark today. So guidance and direction. നമുക്ക് എവിടെ പോകണമെന്ന് നമ്മുടെ പോയിന്റ് ബൈ പോയിന്റ് നമ്മളെ കൊണ്ടുവന്ന GPS പോലെ. ഞാൻ GPS ഇല്ലാതെ എങ്ങും പോകത്തില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ GPS ഞാൻ ഇവിടുന്ന് എൻ്റെ നാവിഗേഷൻ സിസ്റ്റത്തിൽ മെട്രോ ചാർട്ടിപ്പോൾ 612 മൈൽ കാണിച്ചു ഇവിടുന്ന് അവിടെ എത്താനായിട്ട്. അത് എന്തുമാണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ 612 മൈൽ ഞാൻ അതനുസരിച്ച് പോയിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഉണ്ടാകത്തില്ല. ഐ വിൽ സ്റ്റിൽ ട്രാവലിംഗ് അറൗണ്ട് ദി വേൾഡ്. പക്ഷേങ്കിൽ അപ്പോൾ എന്നോട് എൻ്റെ കൂടെ ജസ്റ്റ് ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു തന്നു ആപ്പിൾ മാപ്പ് ഉപയോഗിക്കാനാണ്. സോ വി യൂസ് ദാറ്റ് ആൻഡ് വി റീച്ച് ദേർ ഓൺ ടൈം. നമുക്ക് ഓർക്കണം, നമുക്ക് ഈ ലോകത്തിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത വഴിയിൽ കൂടി നമ്മൾ പോയാൽ നമ്മൾ ഒരിക്കലും നമ്മൾ എത്തേണ്ടുന്ന സ്ഥാനത്ത് എത്തത്തില്ല. ഇന്നത്തെ ആ മാപ്പ് കാണിച്ചിട്ട് പോകും 612 മൈൽ നമ്മൾ കാണും. എന്നാൽ നമുക്ക് അങ്ങനെ ജീവിതത്തിൽ ഒരു കറക്കവും വരാതെ ഏറ്റവും വളരെ ഷോർട്ടായിട്ട് എത്തേണ്ടുന്ന സ്ഥാനത്ത് എത്തുവാൻ ആവശ്യമായിട്ടുള്ള ഗൈഡൻസും ഡയറക്ഷനും തരുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉള്ളത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻറ്റേജിയസ് തിങ്. ഒരു ദൈവമകനെ സംബന്ധിച്ചിടത്തോളം, ദൈവമകളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും അഡ്വാൻറ്റേജിയസ്. നമ്മുടെ നാട്ടിൽ ഞാൻ എന്നെ തന്നെ തിരിഞ്ഞു നോക്കും. ഞാനൊരു നാടൻ ഉൾപ്രദേശത്ത് ജനിച്ച് വളർന്ന് ഈ സംസ്കാരം അവിടെ ഇപ്പം എത്തി തുടങ്ങി കാണും. സംസ്കാരം ഒന്നും എത്തിയിട്ടില്ലാത്ത ഒരു സമയത്ത് സിവിലൈസേഷനും ഒക്കെ അവിടെ ഒന്നും വന്നിട്ടില്ല. ആ സമയത്ത് നമ്മൾ സിറ്റിയിലൊന്നും അല്ല ജീവിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജനിച്ച് വളർന്ന ഒരാള് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതിന്റെ ഒരേ ഒരു കാരണത്താലാണ് എൻ്റെ ജീവിതത്തിൽ ഈ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകാൻ കഴിയുന്നത്. അപ്പൊ അതുപോലെയാണ് നമ്മളെല്ലാവരും നോക്കിയാൽ നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടോ നമ്മുടെ മറ്റുള്ളവരെക്കാട്ടും നമ്മൾ മിടുക്കന്മാരായിരുന്നത് കൊണ്ടല്ല, നമ്മളെ നടത്തുന്ന, ഗൈഡ് ചെയ്യുന്ന, ഡയറക്റ്റ് ചെയ്യുന്ന
ഒരു ദൈവം നമ്മുടെ കരം പിടിച്ചതുകൊണ്ട് നമുക്ക് എവിടെയൊക്കെയോ ആകുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇന്ന് വർഷ പാടിയതുപോലെ ഇന്നയോളം നമ്മെ നടത്തുന്ന ഒരു ദൈവം, നമ്മെ ഗൈഡ് ചെയ്യുക മാത്രമല്ല നമ്മെ നടത്തുന്ന ഒരു ദൈവം. ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് എന്താണ്? ഈ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഹോപ്പും ഒരു പർപ്പസും തരുന്ന ദൈവമാണ്. നമുക്ക് ഈ ലോകത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലർക്കും ജീവിക്കാനുള്ള ആശയില്ല. അങ്ങനെ ഉള്ള ഒരു സമൂഹം ആളുകളുണ്ട്. നമുക്ക് എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ ആശ നഷ്ടപ്പെടുന്നത്? ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഒരുപാട് സാഹചര്യങ്ങൾ, രോഗം, കടഭാരം. ഞാൻ പ്രത്യേകിച്ച് കേരളത്തിലെ സിറ്റുവേഷനൊക്കെ ഞാൻ ഇങ്ങനെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. പലപ്പോഴും യൂട്യൂബ് ചാനലിലൊക്കെ പല കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഞാൻ കേരളത്തിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾ കടഭാരത്തിന്റെ മധ്യത്തിൽ അവർക്ക് അത് കൊടുത്ത് തീർക്കാനായിട്ട് നിർവാഹമില്ലാത്തത് കൊണ്ട് അനേക കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്ത സാഹചര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു കടവും ഉണ്ടെന്ന് തോന്നാത്ത ഒരു വ്യക്തി, വലിയ ലോകത്തിന് മുൻപാകെ വളരെ മിടുമിടുക്കനായിട്ട് ജീവിച്ച ഒരു വ്യക്തി, അനേക രാഷ്ട്രീയക്കാരും സിനിമ മേഖലയിലുള്ളവരൊക്കെ അവരുടെ കാശെല്ലാം കൊണ്ട് ഏൽപ്പിച്ച ഒരു വ്യക്തി. ആ വ്യക്തി ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് നമ്മളെല്ലാം സർപ്രൈസ് ചെയ്ത ഒരു ന്യൂസ് സൃഷ്ടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റും. ആശ നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അത് നമുക്ക് പണമല്ല നമുക്ക് ജീവിക്കാനുള്ള ആശ തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് ജീവിക്കുവാനുള്ള ആശയും പ്രത്യാശയും പർപ്പസും ഒക്കെ നമുക്ക് തരുന്നത് എന്താണ്? ദൈവമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ജീവിക്കുവാനുള്ള താല്പര്യവും ആഗ്രഹവും നമുക്ക് നിലനിൽക്കുന്നത്. നമുക്ക് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, ദൈവമക്കളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുമ്പോഴും അവർക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് പ്രതികൂല സാഹചര്യങ്ങളോട്ട് നീങ്ങുമ്പോഴും അവർക്ക് സന്തോഷമുണ്ടെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അവർക്ക് വലിയ ഈ ധൈര്യക്കേടൊന്നും ഉണ്ടാകത്തില്ല. അവർക്ക് ആത്മഹത്യ ചെയ്യാനൊന്നും തോന്നത്തില്ല. അവര് അതിന്റെ മധ്യത്തിൽ കൂടി അവരെ നിലനിർത്തുന്ന ഒരു ദൈവകൃപ. ആ ദൈവകൃപ ഉള്ളത് കൊണ്ട് അവർക്ക് കഷ്ടങ്ങൾ വന്നാലും ക്ലേശങ്ങൾ വന്നാലും അതിന്റെ മധ്യത്തിൽ അവർ അധൈര്യപ്പെട്ടു പോകത്തില്ല. അതുകൊണ്ടാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ദൈവമക്കൾ ജീവിക്കുന്നത്. സാഹചര്യങ്ങൾ മാറിയും മറിഞ്ഞും വരും. പക്ഷെ ദൈവ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ ഉള്ളത് കൊണ്ട് അവർക്ക് സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ട് കഴിയും. പ്രയാസങ്ങൾ കടന്നു വരാത്ത ഒരു വ്യക്തി പോലും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയും വരികയും ചെയ്യും. പക്ഷെങ്കിൽ എന്തോ വന്നാലും അതിന്റെ മധ്യത്തിൽ ഞാൻ കുലുങ്ങി പോകത്തില്ല എന്നുള്ള ആ ഒരു ധൈര്യം നൽകുന്ന ദൈവവചനം എന്റെ ഹൃദയത്തിൽ പ്രതികൂലങ്ങൾ വന്നാലും അതിന്റെ മധ്യത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയും. നമുക്ക് ആർക്കും കർത്താവ് ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്റെ പിന്നാലെ വരിക. കർത്താവ് പറഞ്ഞു, എന്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. നിങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവര് നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവം അങ്ങനെ ഒരുപാട് വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ യേശുക്രിസ്തു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്. പലരും വിചാരിക്കുന്നത് ഒരു ദൈവ മകനായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെയാണ്, ഒരു പ്രയാസവും ഉണ്ടാകത്തില്ല, പനി വരത്തില്ല, രോഗം വരത്തില്ല, മറ്റുള്ളവർ നമ്മെ ഒന്നും കുറ്റം വിധിക്കത്തില്ല, മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമ്മളെല്ലാം പുകഴ്ത്തി പറയും. അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊന്നും വേണ്ട. കർത്താവ് പറഞ്ഞു, ലോകം നിങ്ങളെ ദേഷിക്കുന്നെങ്കിൽ അത് ആദ്യമേ എന്നെ ദേഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ ലോകത്തിൽ കഷ്ടങ്ങളുടെ മധ്യത്തിൽ കൂടി പോകും, പക്ഷെ അതിന്റെ മധ്യത്തിൽ നിങ്ങൾക്ക് വലിയ ഒരു പ്രത്യാശയുണ്ട്. നിങ്ങൾ തളർന്നു പോകത്തില്ല, കാരണം ഞാനാണ് നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നത്.
ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വലിയ പ്രത്യാശയാണ്. ആ പ്രത്യാശ ഈ ലോകം കൊണ്ട് ഒതുങ്ങി നിൽക്കുന്നതല്ല, ഈ ലോകത്തിൽ അവസാനിക്കുന്നതല്ല. ഈ ലോകം തരുന്ന പ്രത്യാശയെല്ലാം ഇവിടം കൊണ്ട് തീരുന്നതാണ്. ഇവിടം കൊണ്ട് തീരും. നമുക്കൊരു ജോലി കിട്ടി, അപ്പൊ ജോലി കിട്ടുന്ന സന്തോഷമാണ്. ഞാനും ജോലി ചെയ്തിട്ടുണ്ട്. എനിക്ക് ജോലി ചെയ്യുമ്പോൾ ഉള്ള സന്തോഷം എന്ന് പറയുന്നത് പേ ചെക്കാണ്. വെള്ളിയാഴ്ച വരുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് കാശ് വരും, എനിക്കത് വലിയ സന്തോഷമാണ്. ജോലി ചെയ്യുന്നത് സന്തോഷം അല്ലെങ്കിലും ഈ പേ ചെക്ക് വരുന്നത് വലിയൊരു സന്തോഷമാണ്. അപ്പം ഈ ലോകത്തിൽ നമുക്ക് ഒരു ജോലിയുണ്ട്, കുറെ കഴിയുമ്പോൾ ജോലി അങ്ങ് പോകും. നമുക്ക് പലർക്കും ജോലി ചെയ്യുന്നവർക്ക് അറിയാം. ഞാൻ തന്നെ 24 വർഷം ഒരു കമ്പനിയിൽ പിടിച്ചു നിന്നത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം ഓരോ വർഷവും 3-4 പ്രാവശ്യമാണ് ഹെഡ് കൗണ്ട് അവർ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അത് അങ്ങനെ ഒരുപാട് വർഷങ്ങൾ നമ്മളിങ്ങനെ ഹെഡ് കൗണ്ട് ഒന്നും റെഡ്യൂസ് ചെയ്യാതെ അങ്ങ് പോകും. അപ്പോൾ ഒരു സമയം എനിക്ക് 55 വയസ്സോ മറ്റോ ഉണ്ടായിരുന്ന സമയത്താണ് തോന്നുന്നു ഇയർലി റിട്ടയർമെന്റ് ഞങ്ങളുടെ കമ്പനി പ്രഖ്യാപിച്ചു. ഇയർലി റിട്ടയർമെന്റ്. അപ്പൊ ആ സമയത്ത് വാസം പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. അപ്പൊ കമ്പനിക്ക് ഒത്തിരി പേരെ വിടണം, പക്ഷെ അവര് ഈ ആളുകളെ പിന്നെ വിഷമിപ്പിച്ച് വിടാതെ അവർ വോളണ്ടിയേഴ്സിനെ ക്ഷണിക്കാനായിട്ട് they will do this early retirement package. അപ്പൊ ഒരു വർഷത്തെ ശമ്പളവും പിന്നെ നമുക്ക് നമ്മുടെ സർവീസിന് അനുസരിച്ച് വേറെ കുറച്ച് പാക്കേജും, അതുപോലെ തന്നെ അങ്ങനെ എൻ്റെ കമ്പനിയിൽ നിന്ന് മാറുകയായിരുന്നെങ്കിൽ എൻ്റെ റിട്ടയർമെന്റ് കിടക്കുന്ന മണിയെല്ലാം എനിക്ക് ഒന്നിച്ചെടുക്കാം, എടുത്ത് ഐ ക്യാൻ മൂവ് ഇറ്റ് സംവെയർ എൽസ്. അപ്പം ഞാനും അതിനങ്ങ് തയ്യാറായി. അപ്പം മുമ്പോട്ട് പോയി വേണമെങ്കിൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോകാം, പക്ഷേ എങ്കിൽ എന്നാലും ചിലപ്പോൾ 1 വർഷം കൂടോ അല്ലെങ്കിൽ 2 വർഷം കൂടോ ഒക്കെ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പം നമുക്ക് ഈ ലോകത്തിൽ ഒരു ജോലി ഉണ്ടെങ്കിലും ഈ ലോകത്തിൽ ഉള്ളതൊന്നും ശാശ്വതമല്ല. നത്തിങ് ഈസ് പെർമനന്റ്. പക്ഷെ ദൈവം നമ്മളിൽ ഒരു പെർമനൻസി ദൈവം നമുക്ക് തരുന്നതിന് അത് പെർമനന്റ് ആണ്. ലോകം നമുക്ക് തരുന്ന പോലെയല്ല. ഒരു മനുഷ്യൻ നമുക്ക് എന്തെങ്കിലും തന്നാൽ അത് പിൻവലിക്കാം, ഇല്ലേ? നമ്മളോട് സന്തോഷമായിരിക്കുന്ന സമയത്ത് മനുഷ്യർ പറയും ഞാൻ സഹായിക്കാം, ഞാൻ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ വാക്ക് പറഞ്ഞാലും നമ്മളോട് ദേഷ്യം വരുമ്പം എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ സഹായം അതുപോലെ അത് പിൻവലിക്കും. പക്ഷെ ദൈവത്തിന്റെ സഹായം എന്ന് പറയുന്നത് അത് ഒരിക്കലും മാറുന്നതല്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ വചനങ്ങളും സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു. ചില സമയത്ത് നമ്മളോടുള്ള ദൈവത്തിന്റെ വചനം എന്തുകൊണ്ടാണ് താമസിക്കുന്നത് എന്ന് നമുക്ക് സംശയം വന്നാലും നമ്മൾ സംശയിക്കേണ്ടുന്ന കാര്യമില്ല. കാരണം നമുക്കറിയത്തില്ല അടുത്ത മോമെന്റിൽ ഏത് നിമിഷമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വലിയ ഒരു പ്രത്യാശ തരുന്നുണ്ട്. ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, കഷ്ടതകൾ കടന്നു വരുമ്പോൾ, കണ്ണുനീരുകൾ കടന്നു വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ കഴിയും? ഇത് നമുക്കൊരിക്കലും ഇത് നമ്മുടെ ലൈഫിന്റെ എൻഡ് അല്ല, ഇത് ഒരിക്കലും നമ്മുടെ ഫൈനൽ വിധിയല്ല, ഇത് നമ്മെ തളർത്തിക്കളയത്തില്ല, ഇത് നമ്മെ ഒരിക്കലും ഒരു ഡിപ്രഷനിലേക്ക് നയിക്കത്തില്ല. നമുക്ക് അതിനെല്ലാം ഓവർടേക്ക് ചെയ്യാനായിട്ട് കഴിയും. ഈ പ്രത്യാശ ഇല്ലാതെ ഇരുന്നാൽ ഒരു ചെറിയ പ്രയാസം വന്നാൽ നമ്മൾ വിൽ ബി ഡിപ്രസ്ഡ്. അപ്പം ദൈവത്തിന്റെ കൃപ നമ്മളിൽ ഉള്ളത് കൊണ്ട്, ദൈവത്തിന്റെ വലിയ പ്രത്യാശ നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രത്യാശയോട് കൂടി ജീവിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ പർപ്പസ് എന്ന് പറയുന്നത്, പർപ്പസിനെ സംബന്ധിച്ച് നമ്മുടെ ചോദ്യം എന്താണ്? വൈ ആം ഐ ഹിയർ? ഞാൻ എന്തിനാണ് ഈ ലോകത്തിൽ വന്നിരിക്കുന്നത്? എന്തിനാണ് ദൈവം എന്നെ ഈ ലോകത്തിലോട്ട് അയച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആരും ഒരു ഉദ്ദേശമില്ലാതല്ല ഇവിടെ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ ഇവിടെ ആക്സിഡന്റലായിട്ട് വന്നതാണ്. അങ്ങനെയല്ല. ദൈവം നമ്മെ നിർമ്മിച്ച് സൃഷ്ടിച്ച് ഇവിടെ ആക്കിയിരിക്കുകയാണ്. ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നതിന് ഓരോ ഉദ്ദേശങ്ങളുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ലൈഫിൽ ഒരു പർപ്പസ് ഇല്ലെങ്കിൽ ആ ലൈഫ് ഒരു വേസ്റ്റ് ആണ്. നമുക്ക് I don't know how many of you think about it. റിക് മോറൻ എന്ന് പറഞ്ഞ ആള് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്, പർപ്പസ് ഡ്രിവൺ ലൈഫ്.
the main question is, why am I here? എന്തിനാണ് ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്? നമ്മൾ 80 വർഷം അല്ലെ 90 വർഷം ഈ ലോകത്ത് ജീവിച്ച് ഇവിടുത്തെ നല്ല വിഭവസമൃദ്ധമായ ആഹാരമെല്ലാം കഴിച്ച് നല്ല മെത്തേ കിടന്നുറങ്ങി അങ്ങ് ജീവിതം അവസാനിപ്പിക്കാൻ അങ്ങനെയുള്ള പർപ്പസ് ഉള്ള ആളുകളുണ്ട്. പക്ഷെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ലോകത്തിൽ അനേക പർപ്പസ് ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ടോട്ടലായിട്ട് സമർപ്പിക്കുക. അപ്പോഴാണ് നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ ഹോപ്പിന്റെ രണ്ടാമത്തെ എലമെന്റ് ഒരു നിത്യമായ പ്രത്യാശ. താൽക്കാലികമായ പ്രത്യാശ നമുക്ക് ഈ ലോകത്തിലുണ്ട്, പക്ഷേ താൽക്കാലികമായിട്ടുള്ളതല്ല ഇവിടെ അവസാനിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ നമ്മുടെ ദൈവം നമ്മെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്ന ഉദ്ദേശം മനസ്സിലാക്കി നാം നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ പേര് തന്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി നമ്മെ നിത്യതയ്ക്കായിട്ട് ഒരുക്കി നിത്യത വരെ എത്തുന്ന സമയം വരെ നമ്മെ ഒരിക്കലും കൈവിടത്തുമില്ല, ഉപേക്ഷിക്കത്തുമില്ല. അവിടെയാണ് നമ്മുടെ പർപ്പസും നമ്മുടെ ഹോപ്പും കൂടെ ഒന്നിച്ച്, അത് രണ്ടും കൂടെ ഇന്റർമിംഗിൾഡ് ആണ്. നമ്മുടെ ഹോപ്പും പർപ്പസും ഒന്നിച്ച് പോകുന്ന കാര്യമാണ്. 2 വാക്യങ്ങൾ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ജെറമയ 29:11. For I know the thoughts that I think towards you, says the Lord, thoughts of peace and not of evil, to give you a future and a hope. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കായിത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ തിന്മ എന്ന് തോന്നുന്ന കാര്യങ്ങൾ സംഭവിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ദൈവം നമ്മെ ചില പ്രത്യേക പദ്ധതികൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ലൈഫിൽ ഞാൻ ഓർക്കുന്നത്, ഞാൻ നമ്മുടെ ക്രോസ്വി ചർച്ചിൽ we were there for 2-3 years, I think. We were there, and when I am there, something is burning in me. Something is telling me I should not be sitting here. I need to be doing something. This is not where I need to be. ദൈവം നമ്മളെ സ്റ്റേർ ചെയ്യുന്ന, ദൈവം നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുന്ന സമയങ്ങൾ നമുക്ക് തോന്നുന്ന തിന്മയ്ക്കാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേജ് വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ 2 വർഷം, I shared this with just yesterday, ഞങ്ങൾ 2 വർഷം ഞങ്ങളുടെ ലിവിംഗ് റൂമിൽ ഇരുന്ന് ഒരു ദൈവത്തിന്റെ സഭ ആരംഭിക്കുന്നതിന് വേണ്ടി 2 വർഷം ഞങ്ങൾ 2 പേരും മാത്രം, there is nobody else, ഞങ്ങൾ 2 പേരും അവിടെ ഞങ്ങളുടെ ലിവിംഗ് റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. She always wanted to go to a church, because she likes people, she liked to be among the group, but it was a kind of miserable time. But we were praying and praying and praying, and then all the things that happened afterward, like getting to know Saji brother, Achayan, and the sister, and Bhavina more, and how we connected to Brother Wilson, brother and family. It's all a marvelous thing. We never knew each other before. I never knew about any one of you. I never knew about Sister Sheba, but I knew sister and family. But why I'm saying this is, sometimes things happen because the Lord is preparing you for something else. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നുന്നത് തിന്മയാണ്. പക്ഷെ അത് തിന്മയല്ല. ദൈവം അതിന്റെ മധ്യത്തിൽ ഉള്ളത് കൊണ്ട് ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണ്. ദൈവം ഒന്നും തിന്മയ്ക്കായിട്ട് ചെയ്യത്തില്ല. അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് വേദന വരാം, പ്രയാസങ്ങൾ വരാം, മനക്ലേശങ്ങൾ വരാം. പക്ഷേ അതിന്റെ എല്ലാം അന്ത്യ വിധി എന്ന് പറയുന്നത് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അടുത്ത വാക്യം നാം വായിക്കുന്നത് റോമാലേഖനത്തിൽ നിന്നാണ്, 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ.
And we know that all things work together for good to those who love God, to those who are called according to his purpose. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നാം ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും നാം ദൈവത്തോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. കാരണം നമുക്ക് ആ നിരാശയുടെ മധ്യത്തിലും ഒരു പ്രത്യാശയും അതുപോലെ തന്നെ മുൻപോട്ട് ജീവിക്കുവാനുള്ള പർപ്പസും തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ ഇവിടെ ഈ ഡാലസ് തിയോളജിക്കൽ സെമിനാരിയിൽ ഞാൻ 2 കോഴ്സ് ഒരിക്കൽ ചെയ്തു. അപ്പൊ അത് എന്നെ പഠിപ്പിച്ച ഒരു പ്രൊഫസർ ഡോക്ടർ ഹെൻറിക്സ്, പുള്ളിക്കാരന് ബോർഡിൽ 2 വര വരച്ചു. ഒരു വര നമ്മുടെ ഈ ക്രോണോളജിക്കലി അത് നമ്മൾ 1 വയസ്സായി 2 വയസ്സായി അതിങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ ദാറ്റ് ലൈൻ ഗോസ് സ്റ്റെഡിലി ഔട്ട്. വേറെ ഒരു വര വരച്ചു, അതും ഇവിടെ ആരംഭിക്കുന്നതാണ്, ഈ സെയിം പോയിന്റിലാണ് ആരംഭിക്കുന്നത്. അതാണ് പർപ്പസ് ലൈൻ. ഒന്ന് നമ്മുടെ ക്രോണോളജിക്കലി നമ്മുടെ ഏജ് ലൈനും മറ്റേ നമ്മുടെ പർപ്പസ് ലൈൻ. പർപ്പസ് ലൈൻ വരച്ചത് അദ്ദേഹം കുറച്ച് മുമ്പോട്ട് വരച്ചു. അപ്പം ഏജിന്റെ ലൈൻ കുറച്ച് മുമ്പോട്ട് പോയിട്ടുണ്ട്, പക്ഷെ മറ്റേ വര ഈസ് ഡിക്ലൈൻ, ഈസ് കമ്മിങ് ഡൗൺ. അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ 2 വരകൾ തമ്മിൽ ക്രോസ് ചെയ്ത മോമെന്റ് ആണ് ദി ആക്ച്വൽ പോയിന്റ് ഓഫ് ഡെത്ത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആക്ച്വൽ മരണസമയം എന്ന് പറയുന്നത് ഈ ക്രോണോളജിക്കൽ ഏജ് മുമ്പോട്ട് പോകുന്നു. അപ്പം മറ്റേ വര മുമ്പോട്ട് പോയിട്ട് അത് മോളിൽ നിന്ന് താഴോട്ട് വന്ന് ഈ ഏജ് ലൈനെ മുട്ടുമ്പോൾ maybe one day I can draw the line for it. ആ moment is a moment of death, but you are not buried yet because you are still living, you are still alive, but for our purpose you are dead. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പർപ്പസ് നഷ്ടപ്പെടുന്ന മോമെന്റ് എന്ന് പറയുന്നത് നമ്മൾ മരിക്കുന്ന ഒരു മോമെന്റ് ആണ്. അപ്പൊ ആ മോമെന്റ് പലരുടെയും ജീവിതത്തിൽ പലരും ജീവിച്ചിരിക്കുന്നു എങ്കിലും അവർ മരിച്ചതിന് തുല്യം. അത് കവി പറയുന്ന ഒരു വാക്കാണെന്ന് തോന്നുന്നു. ജീവിക്കുന്നുവെങ്കിലും മരിച്ചതിന് തുല്യമാണെന്ന്. I think there's a poem like that. I think I learned it long ago. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതമല്ല ദൈവമക്കൾ. ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കുന്നത് കൊണ്ട് നമ്മുടെ 2 ലൈനും ഒരുപോലെ മുൻപോട്ട് പോകും. അതാണ് ദൈവമക്കളുടെ ഈ 2 ലൈനും is going up and up, is actually going up. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ I'm going to stop here, but I think I forgot to advance my slide, but there were a few more information on it, but not only that those words, but ഇവിടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം അനേക നന്മകൾ ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ ഏജിന്റെ ലൈൻ മുൻപോട്ട് പോകുന്നത് പോലെ തന്നെ നമ്മുടെ പ്രത്യാശയുടെ ലൈനും നമ്മുടെ പർപ്പസ് ലൈനും ഒരുപോലെ മുൻപോട്ട് പോകും. അത് ദൈവം നമ്മെ നിത്യതയിൽ എത്തിക്കുന്ന സമയം വരെ നമ്മൾ തളർന്നു പോകത്തില്ല. അതാണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് പറ്റിച്ചേർന്നിരിക്കുന്നുള്ള വേറെ ഒരു അഡ്വാൻറ്റേജ്. അടുത്ത ആഴ്ചയിൽ നമ്മൾ we will think more about another aspect of it. ഇന്ന് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവം നമ്മെ എങ്ങനെയാണ് നടത്തിയത്. ജീവിതത്തിന്റെ പല സമയങ്ങളിൽ നമുക്ക് നമ്മൾ ഏകനെന്ന് തോന്നിയിട്ടുള്ള മോമെന്റുകളുണ്ട്. നമുക്ക് നമ്മുടെ ധൈര്യം നഷ്ടപ്പെട്ടിട്ടുള്ള മോമെന്റുകളുണ്ട്. ആ മോമെന്റുകളിലൊക്കെ ദൈവം നമ്മോട് കൂടെയിരുന്നു. നാം ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നു. അവർ നമ്മെ നടത്തി. നമുക്ക് ആ പാട്ടിന്റെ 1-2 അടി പാടി നമുക്ക് നമ്മുടെ ആരാധന ഇവിടെ അവസാനിപ്പിക്കാം. നടത്തിയ ജീവിതത്തിന്മേലുകൾ
വിധങ്ങൾ നിരവധി ആയുഷ് പ്രസ്ഥാനങ്ങൾ തകർന്നു പോയപ്പോൾ നാം തകർന്നു പോകുവാൻ ഇട വരാതെ ദൈവം നമ്മെ നടത്തി. അതിന്റെ ആരാധനയിൽ നമുക്ക് ദൈവകൃപ അനുഭവിക്കുവാൻ ദൈവം സഹായിച്ചു. നമുക്ക് എല്ലാവർക്കും വീണ്ടും നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. പ്രിയാച്ചായന സമയത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ സഭായോഗം അവസാനിപ്പിക്കും. Praise you, God. Hallelujah. Praise you, God. Glory, hallelujah. Praise you, Jesus. Yes. Glory to you, hallelujah. Yes. ഈ സഭയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള അരുവാചിക്കുന്ന മുത്താബി സഭയെ ആത്മാക്കളെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കർത്താവെ മീറ്റിനെയും കർത്താവ് അനുഗ്രഹിക്കണേ. ചെയ്യുമ്പോൾ എല്ലാം സ്വന്തമായി ഇതുമായി ചെയ്യാൻ കർത്താവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാസം കർത്താവെ കർത്താവെ വർഷത്തിൽ ഒരു വർഷം കൂടെ കൂട്ടിക്കൊണ്ട മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാതൊരു കേട്ടുണ്ട് സ്വതന്ത്ര സർവീസ് കർത്താവിന്റെ വലിയൊരു നാമത്തിൽ തന്നെയാണ്. അനുഗ്രഹത്തോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും കൂടെ തുടർന്ന് നടക്കുന്ന ജനറൽ ബോഡിയോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.